നമസ്കാരം. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മുമ്പിലും യുവജനങ്ങൾക്ക് മുമ്പിലും നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ധാർഷ്ട്യം അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ്. 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്നതിന് ശേഷം 12 കൊല്ലക്കാലമായി ഒരു തവണയെങ്കിലും പത്രസമ്മേളനം നടത്താതെയും പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെയും പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ അവഗണിച്ചുകൊണ്ടും സുഖമായി ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായ തെറ്റായ നയങ്ങൾക്കെതിരെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരങ്ങൾ നൽകാതെ മോത്തിലാൽ നെഹ്റുവിനെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും കുറ്റം പറഞ്ഞുകൊണ്ട് എല്ലായ്പ്പോഴും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പ്രധാനമന്ത്രിയെയാണ് കഴിഞ്ഞ 12 കൊല്ലക്കാലമായി ഇന്ത്യ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി ഇതുവരെ വിചാരിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രശ്നങ്ങൾക്കും ഉത്തരം പറയേണ്ട ബാധ്യത ഇല്ലെന്നായിരുന്നു. പക്ഷേ ഇന്ത്യയിലെ ലക്ഷോപലക്ഷം യുവജനങ്ങളും വിദ്യാർത്ഥികളും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ബാനറിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരെ നിരന്തര സമരത്തിൽ ഏർപ്പെട്ടപ്പോൾ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും കിടുകിടാ വിറച്ചു എന്ന് മാത്രമല്ല, അവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ നിരുപാധികം കീഴടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ഇനിയുള്ള കാലം നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും അവഗണിച്ചും ഇന്ത്യയിലെ മറ്റു പാർട്ടികളെ പിളർത്തിക്കൊണ്ടും ഇന്ത്യയിൽ ഭരണം നടത്തി സുഖിക്കാമെന്നാണ് ഭാവമെങ്കിൽ നരേന്ദ്രമോദിയുടെയും BJP ഗവൺമെൻറ്റിൻ്റെയും അധോഗതി ഇന്ത്യൻ ജനത അടുത്തു തന്നെ കാണാൻ പോവുകയാണ്.